റിച്ച് അയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മുടവൂരിൽ ചെണ്ടുമല്ലിപ്പാടം തീർത്ത വനിതാ കർഷകർ. ഓണപ്പുലരിക്ക് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴാണ് അത്തപ്പൂക്കളത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ചെണ്ടുമല്ലിപ്പാടം പൂത്തുനിൽക്കുന്നത്. ചിങ്ങം പിറന്ന ഓണപ്പുലരിക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ മുടവൂരിൽ ചെണ്ടുമല്ലിപ്പാടം തീർത്തിരിക്കുകയാണ് വനിതാ കർഷകർ. മുടവൂർ ചാക്കുന്നത്ത് ക്ഷേത്രത്തിന് സമീപമാണ് ഓണവിപണി ലക്ഷ്യമാക്കി നടത്തിയ ചെണ്ടുമല്ലി കൃഷി നൂറുമേനി പൂവിട്ടത്. മുടവൂർ സ്വദേശികളായ പാച്ചേലിൽ തങ്ക ജോർജ്, ആശാവർക്കറായ വാഗമറ്റത്തിൽ സുലോചന ബിജു എന്നിവർ ചേർന്നാണ് ചെണ്ടുമല്ലിപ്പാടത്ത് നൂറുമേനി വിളയിച്ചിരിക്കുന്നത്. അത്തപ്പൂക്കളത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത പൂവാണ് ചെണ്ടുമല്ലി. മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ പൂത്തൊലിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പാടം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തിയാണ് ഈ കർഷകർ തങ്ങളുടെ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. പായിപ്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജി പ്രഭാകരൻ ചെണ്ടുമല്ലി പൂന്തോട്ടത്തിൽ എത്തി കർഷകരെ അഭിനന്ദിച്ചു. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈകളാണ് ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നതെന്ന് വനിതാ കർഷകർ പറഞ്ഞു. ഇത് ഞങ്ങൾ തൊഴിലുറപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് കണ്ടു. ഇങ്ങനെ ചെണ്ടുമല്ലി കൃഷി ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ഞങ്ങൾ തൊഴിലുറപ്പ് ഓഫീസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ നിങ്ങൾ സ്ഥലം എടുത്ത് പാട്ടക്കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തങ്ക ചേച്ചി ഞാനും കൂടി പാട്ടക്കരാറെടുത്ത് പുത്തൻകോട്ടിലെ റേച്ചേൻ്റെ സ്ഥലം എടുത്ത് പാട്ടക്കരാർ വെച്ച് അപേക്ഷ വെച്ചു. തൊഴിലുറപ്പിലേക്ക് അപേക്ഷ വെച്ചു. ഇതിൻ്റെ അവർ മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിത്ത് പായിപ്ര കൃഷിഭവനിൽ നിന്ന് ഞങ്ങൾക്ക് അനുവദിച്ച് തൊഴിലുറപ്പിൽ 60 പണി തന്ന് ഞങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് വാരം മാടിച്ച് കൃഷി ചെയ്യുകയായിരുന്നു. കൃഷി രീതികൾ ഈ പറമ്പ് കാടായിരുന്നു. ആദ്യമേ കാട് വെട്ടി അത് കഴിഞ്ഞിട്ട് പുല്ല് ചെത്തി 10-35 തൊഴിലാളികളെ വെച്ച് വാരം മാടിച്ച് കൃഷി വെന്തിയുടെ തൈ നടുവായിരുന്നു. ചെണ്ടുമല്ലിപ്പാടത്ത് പൂ വിരിഞ്ഞതോടെ വലിയ സന്തോഷമുണ്ടെന്നും തങ്ക ജോർജ് പറഞ്ഞു. പൂ വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമായിരുന്നു. കുറച്ചുകൂടി തൈ വാങ്ങി നടണമെന്നായിരുന്നു ആഗ്രഹം. നട്ടോളാമെന്ന് ഞങ്ങൾക്ക് ചിന്തിച്ച് തന്നെ പോയി. എന്ത് സന്തോഷമാണെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാനില്ലാത്തൊരു സന്തോഷമായിരുന്നു. ഈ പൂ ആദ്യമായിട്ട് ഇവിടെ ഉണ്ടായ ഒരു സംഭവമാണ്. ഈ വാർഡുകളിലെല്ലാമായിട്ട് ഒത്തിരി ആൾക്കാർ ഇത് കാണാൻ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് എന്താ പറയാൻ പറ്റില്ല അതിൻ്റെ സന്തോഷം. കപ്പ, കൂർക്ക, വെള്ളരി തുടങ്ങിയ നിരവധി വിളകളും ഇവർ പാട്ടത്തിനടുത്തും സ്വന്തം സ്ഥലത്തും കൃഷി ചെയ്തു വരുന്നുണ്ട്. ചെണ്ടുമല്ലികൾ നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിപണനം നടത്താനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.